വെച്ച് വി കെ പ്രശാന്തിനെ കാണുകയുണ്ടായി. വി കെ പ്രശാന്ത് ചില ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് കെ മുരളീധരന് ചില ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. കെ മുരളീധരന് വേണ്ടി ബിജെപിയുടെ കൗൺസിലർമാർ വോട്ട് പിടിക്കുന്നു എന്ന ആരോപണം, ഒരു ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. വാഴോട്ടുകോണ അടക്കമുള്ള പ്രദേശങ്ങളിൽ ബിജെപി വോട്ട് വാങ്ങാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ കെ മുരളീധരന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന ആരോപണം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ സ്ഥാനാർത്ഥികളും സജീവമാണ്. രാവിലെ മുതൽ തന്നെ 6 മണി മുതൽ തന്നെ എല്ലാവരും സജീവമാണ്. എന്തായാലും ഇനി ഒരു 3-4 ദിവസം അവർക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരിക്കും നമുക്കും. സൈഫു, ഒപ്പം ആരോപണ പ്രത്യാരോപണങ്ങളും പോർവിളികളും ഒക്കെ ഒരു വശത്ത് തുടരുന്നുണ്ടല്ലോ സൈഫ്. ഇപ്പോൾ വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിലെ LDF സ്ഥാനാർത്ഥി, സിറ്റിംഗ് MLA, UDF സ്ഥാനാർത്ഥി കെ മുരളീധരനെതിരെ വലിയൊരു ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കെ മുരളീധരന് വേണ്ടി BJP കൗൺസിലർമാർ വോട്ട് പിടിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം. വട്ടിയൂർക്കാവിലെ വാഴോട്ടുകോണം മേഖലയിലടക്കം ഇത് സംഭവിക്കുന്നെന്നാണ് പ്രശാന്ത് പറയുന്നത്. കെ മുരളീധരൻ പാതി വഴിയിൽ വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ചു പോയ ആളാണ് എന്നതടക്കമുള്ള വലിയ ഗുരുതരമായ പ്രസ്താവനകൾ അത് വി കെ പ്രശാന്തും LDFും അവിടെ കെ മുരളീധരനെതിരെ നേരത്തെയും ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ വട്ടിയൂർക്കാവിൽ സവിശേഷമായുള്ള സാഹചര്യം എന്താണ് സൈഫ് ഏറ്റവും ഒടുവിൽ? വട്ടിയൂർക്കാവിൽ ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് എന്ന് പറയാം. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ പോരാട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കുറച്ച് മണ്ഡലങ്ങൾ എടുക്കാം. തിരുവനന്തപുരത്ത്, നേമത്ത്, വട്ടിയൂർക്കാവിൽ, കഴക്കൂട്ടത്ത്, അതുപോലെ തന്നെ പാലക്കാട്, മഞ്ചേശ്വരം അടക്കമുള്ള സ്ഥലങ്ങളിൽ ത്രികോണ പോരാട്ടത്തിന്റെ സ്വഭാവം ഉണ്ട്. അത് ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ ഒന്നാണ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. കാരണം BJP 1-ാം സ്ഥാനത്ത്, 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും ഒക്കെ എത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1-ാമതെത്തിയ സ്ഥലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. 2016 കെ മുരളീധരൻ ജയിച്ചു പോയി. 2019 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന CPM-നെ 1-ാം സ്ഥാനത്തേക്ക് വി കെ പ്രശാന്ത് എത്തിച്ചു. 2021 21,000-ൽ പരം ഭൂരിപക്ഷത്തിൽ പ്രശാന്ത് ജയിച്ചു. വീണ്ടും പഴയ പടക്കുതിരയായ കെ മുരളീധരനെ തന്നെയാണ് ഇവിടെ പ്രശാന്തിനെ തളയ്ക്കാൻ വേണ്ടി UDF ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആരോപണം അത് ഗുരുതരമായ ആരോപണം തന്നെയാണ്. BJPയുമായിട്ട് CPM-ന് ഡീലുണ്ട് എന്നുള്ളതായിരുന്നു കെ മുരളീധരൻ മുന്നോട്ട് വെച്ച ആരോപണം. അത് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ തിരിച്ചടിക്കുകയാണ് CPM ചെയ്യുന്നത്. അത് BJPയുടെ കൗൺസിലർമാർ ഇറങ്ങി, പ്രവർത്തകരാണെങ്കിൽ കുഴപ്പമില്ല, കൗൺസിലർമാർ ഇറങ്ങി കെ മുരളീധരന് വേണ്ടി വോട്ട് തേടുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം പ്രശാന്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കെ മുരളീധരൻ്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചില പരിപാടികളിലേക്ക് നമ്മൾ ഉടനെ തന്നെ പോകുന്നതാണ്. എന്തായാലും അദ്ദേഹം മണ്ഡലത്തെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയ ആളാണ്. അത് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് അറിയാം. അതിനുശേഷം ഒരു 7 വർഷത്തെ ഇടത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വട്ടിയൂർക്കാവിലെ ജനങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ട് 21,000-ൽ പരം ഭൂരിപക്ഷം എന്നുള്ളത് 25,000-ന് അടുപ്പിച്ചേക്ക് എത്തിച്ചേരും. തനിക്ക് ആശങ്ക ഒന്നുമില്ല ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഡീൽ ആരോപണം ഇങ്ങോട്ടല്ല ഉന്നയിക്കേണ്ടത്, അവിടെയാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് തിരിച്ചടിക്കുകയാണ് ഇപ്പോൾ വി കെ പ്രശാന്ത് ചെയ്തിരിക്കുന്നത്. സേഫ്. എന്തായാലും വട്ടിയൂർക്കാവിലും മറ്റിടങ്ങളിലുമൊക്കെ ഈ സമയം ആരോപണ പ്രത്യാരോപണങ്ങൾ കൊടുക്കുന്നു. പരസ്പരം പോർവിളികളിലേക്ക് മുന്നണികൾ, സ്ഥാനാർത്ഥികൾ കടക്കുന്നു. എന്തായാലും വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. വലിയ ഓട്ടപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും ഒക്കെ ഉള്ളത്. പരമാവധി വോട്ടർമാരിലേക്ക് എത്തി അവരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ, സ്വാധീനമുറപ്പിക്കാൻ, അത് വോട്ടായി മാറ്റാനുള്ള അക്ഷീണ പ്രയത്നമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതെങ്ങനെ ഫലം ചെയ്യുമെന്ന് അറിയാൻ മെയ് 4 വരെ കാത്തിരിക്കുക തന്നെ വേണം. സൈഫ് സൈനുലാബ്ദീൻ തുടരുന്നുണ്ട്. സൈഫ്, തിരുവനന്തപുരത്ത് മൊത്തത്തിൽ തെക്കൻ കേരളത്തിലാകെ എങ്ങനെയുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഓളം? എന്ന് വെച്ചാൽ തെക്കൻ കേരളം ആര് പിടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത ഭരണം ആര് പിടിക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിലുമുള്ള വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോൾ ഓരോ സീറ്റും പ്രധാനമാണ്. 140 മണ്ഡലങ്ങളിലും അപ്രവചനീയമായ പോരാട്ടം നടക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. അപ്പോൾ തെക്കൻ കേരളത്തിൽ പൊതുവെ ഒരു ട്രെൻഡോ ഒരു ഓളമോ അല്ലെങ്കിൽ ഒരു തരംഗമോ ഒക്കെ, വിസിബിളായ ഒരു തരംഗമൊക്കെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് പൊതുവെ വോട്ടർമാർ പറയുന്നത് സൈഫ്?
ഇപ്പം ഞാനും സൈഫും കൂടെ ഇപ്പോൾ പ്രേക്ഷകർക്ക് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഞാനും സൈഫും കൂടെ കുറച്ച് മുമ്പ് വാട്സപ്പിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഇപ്പോൾ മലബാർ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള തരംഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സൈഫു അതിന് മറുപടി പറയുക. ഇവിടെ തെക്കൻ കേരളത്തിൽ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള വേവ് അത് പക്ഷേ 2021 നമ്മൾ കണ്ടിട്ടില്ല. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗത്തിൻ്റെ സൂചനയൊന്നും കണ്ടിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലും തരംഗത്തിൻ്റെ സൂചനയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇതെല്ലാം ഒരേ മുന്നണികൾക്ക് അവകാശപ്പെട്ടതായിരുന്നു. 2021 തരംഗത്തിൻ്റെ സാധ്യതയൊന്നും കാണാതെ പിണറായി വിജയൻ 99 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നു. പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF തൂത്തുവാരിക്കൊണ്ട് ഇവിടെ നിന്ന് പോയി. അപ്പോഴും തരംഗത്തിൻ്റെ സാധ്യതയൊന്നും കണ്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ എല്ലാ കാലത്തും ഇടതുമുന്നണി അനുകൂലിക്കുന്ന ഘടകമാണ്. പക്ഷേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയും തരംഗമൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ UDFന് മേൽക്കൈ കിട്ടുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയാണ് പറയാനുള്ളത്. ഒരു തരംഗത്തിൻ്റെ സാധ്യത ഒന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല. ഈ അദൃശ്യ തരംഗം എന്നൊക്കെ നേതാക്കന്മാർ പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് 4-ാം തീയതി അറിയാൻ കഴിയും. സൈഫു എന്ന് പറയുന്നത് ഈ തെക്കൻ കേരളത്തിൽ അങ്ങനെ തരംഗമൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ വലിയ രീതിയിലുള്ള കൊടുമ്പിരി കൊണ്ട് പ്രചരണം നടക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിലെ നിർണായക സീറ്റുകൾ ഇടതുമുന്നണിയുടെ സീറ്റുകളാണ്. തിരുവനന്തപുരത്ത് അവർക്ക് ഏതാണ്ട് 14 സീറ്റുള്ളതിൽ കോവളം ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളും കഴിഞ്ഞ തവണ ജയിച്ച സ്ഥലമാണ്. കൊല്ലത്ത് അതേപോലെ തന്നെ കുണ്ട്രയും കരുനാഗപ്പള്ളി ഒഴികെ ബാക്കി എല്ലാ സീറ്റും ഇടതുമുന്നണി ജയിച്ച സ്ഥലമാണ്. പത്തനംതിട്ട മുഴുവൻ സീറ്റും ജയിച്ച ആ സ്ഥലമാണ്. അത് ആലപ്പുഴയിലായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തെക്കൻ കേരളത്തിലെ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ജില്ലകൾ ഏത് എന്ന് ചോദിച്ചാൽ ഇടതുമുന്നണി അത് തെക്കൻ കേരളത്തിലെ സീറ്റുകളാണ്. തെക്കൻ കേരളത്തിൽ ആ സീറ്റുകൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഭരണത്തിൽ വരാൻ കഴിയുമെന്നവർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. മലബാറിലും ഈ UDF മധ്യ കേരളത്തിലും മലബാറിലും വലിയ മേൽക്കൈ ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു പ്രവചന സ്വഭാവത്തിലേക്ക് ഇപ്പോൾ ഞാൻ പോയി പിന്നീട് ഏറി കയറുന്നില്ല. സൈഫിന് വേണോ വല്ലതും പറയാനുണ്ടെങ്കിൽ പ്രവചിക്കാം. അല്ല, ഞാനും അങ്ങനെ എയറിൽ കയറാൻ ഇപ്പോൾ വിചാരിക്കുന്നില്ല സൈഫ്. എന്ന് വെച്ചാൽ സൈഫ് സൂചിപ്പിച്ചത് തന്നെയാണ്. തെക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളും LDFൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്, ശക്തി ദുർഗങ്ങളാണ്. അവിടങ്ങളിലൊക്കെ വലിയ കരുത്ത് കാട്ടിക്കൊണ്ടാണ് 2 തവണയും LDF അധികാരത്തിലേറിയത്. അപ്പോൾ ആ സിറ്റിംഗ് മണ്ഡലങ്ങളൊക്കെ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് LDFൻ്റെ ഏറ്റവും വലിയ തന്ത്രം. അതിന് സിറ്റിംഗ് MLA-മാരെയൊക്കെ തന്നെ ഫീൽഡിൽ ഇറക്കിക്കൊണ്ട് വലിയ പോരാട്ടം അവിടെ LDF കാഴ്ചവെക്കുന്നുണ്ട്. വലിയ PR വർക്കുകളൊക്കെ ഒരേ സമയം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു വേവോ തരംഗമോ ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരവസ്ഥ തന്നെയാണുള്ളത്. ഇപ്പോൾ സൈഫിന് അറിയാവുന്ന പോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് സമയത്ത് നമ്മൾ കേരളത്തിലുടനീളം ഞാനും ദിവ്യയും യാത്ര നടത്തിയിരുന്നു. സൈഫിനെ കണ്ടിരുന്നു, വീട്ടിൽ വന്നിരുന്നു. അപ്പോഴൊന്നും നമുക്കൊരു തരംഗവും കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് റിസൾട്ട് വരുമ്പോഴാണ് ചെറിയൊരു വേവൊക്കെ ഫീൽഡിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ജനങ്ങളുടെ കയ്യിലാണ് എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. ഭരണ തുടർച്ചയാണോ അതോ ഭരണമാറ്റമാണോ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു പിടിയും തരാത്ത അവസ്ഥയാണ് ഫീൽഡിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. താങ്ക് യു സൈഫ്. എന്തായാലും ശരി.